ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചന പ്രഭാഷണത്തിലേക്ക് എല്ലാ മാന്യ സഹോദരങ്ങളെയും സ്നേഹവും വന്ദനവും സ്വാഗതവും അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് താഴഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വേദസകലമാണ് നാം വായിച്ചത്. ഇവിടെ മനുഷ്യപുത്രൻ വന്നത് എന്തിനു വേണ്ടി? ശുശ്രൂഷ ചെയ്യിപ്പാനല്ല. ഇന്ന് പലയിടങ്ങളിൽ ശുശ്രൂഷ പരസ്പരം ചെയ്യുന്നതായി നമുക്ക് ദർശിപ്പാൻ കഴിയത്തില്ല. ഒരാൾ മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ ദൈവം പറഞ്ഞത്, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല വന്നത്, നിങ്ങളെ ശുശ്രൂഷിപ്പാനാണ് വന്നത്. ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അതിന് ത്യാഗസമ്പൂർണമായ സമർപ്പണം ആവശ്യമാണ്. നമ്മെ വീണ്ടെടുക്കുവാൻ തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തുകൊണ്ട് കർത്താവ് അതിന് മാതൃകയായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു. ശുശ്രൂഷ എന്നത് പ്രസംഗം മാത്രമാണെന്ന് ധരിക്കുന്നവരും വിരളമല്ല. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായി പ്രവർത്തിക്കുവാൻ നാം സ്വയം സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു കഴിവുകളെ ദൈവം ഉപയോഗമാക്കി മാറ്റുന്നത് നമുക്കറിയാൻ കഴിയും. അമേരിക്കയിലുള്ള നാൻസി എന്ന് പറയുന്ന ഒരു വനിതയുടെ സാക്ഷ്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മദ്യത്തിലും മയക്കുമരുന്നിലും ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ കഴിയാതെ വന്നപ്പോൾ നാൻസി എന്ന് പറയുന്ന ഈ സഹോദരി മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി. മരണം പോലും കനുവ് കാട്ടാതെ അവൾ നട്ടെല്ല് തകർന്ന് ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിലായി. ആത്മഹത്യാ ശ്രമത്തിനും എല്ലാവരും പുച്ഛിച്ചു തള്ളി അവളുടെ അടുത്തേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട സുവിശേഷകൽ കൂടി അവൾ യേശുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഒഴിവു സമയങ്ങളിൽ ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്യുകയും യേശുവിൻ്റെ സ്നേഹം അവരെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. വീൽ ചെയറിലായ നാൻസി കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിച്ചു. പരിശുദ്ധാത്മ പ്രേരിതയായ അവൾ പത്രത്തിലൊരു പരസ്യം ഇപ്രകാരം കൊടുപ്പാനിടയായി: യേശുവിൻ്റെ സമാധാനം സന്തോഷവും പങ്കിടുവാൻ നാൻസി വീൽ ചെയറിൽ നിന്നും നിങ്ങളെ ക്ഷണിക്കുന്നു. പരിഹാസമായി ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ജീവിതം മുരടിച്ച അനേകർ തള്ളിക്കളഞ്ഞ ജീവിതങ്ങൾ നാൻസിയെ വിളിപ്പാനിടയായി. അങ്ങനെയുള്ള ഹതഭാഗ്യവരായവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന മഹത്തായ ശുശ്രൂഷ തൻ്റെ മകൾ കൂടി ദൈവം ചെയ്യിച്ചിടുങ്ങി. മാന്യ സഹോദരങ്ങളെ, അനേകമായ അനുഗ്രഹങ്ങളും കഴിവുകളും നമുക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കർത്താവിനെ ശുശ്രൂഷയ്ക്കായി എന്തു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ കൊച്ചു കൊച്ചു കഴിവുകൾ പോലും കർത്താവിന് വേണ്ടി ശുശ്രൂഷിപ്പാൻ സമർപ്പിക്കുമ്പോൾ അവൻ അതിനെ മഹത്തരമാക്കി മാറ്റുന്നു. അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വ്യത്യസ്തമുള്ളതുമായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.